ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ ഫർസാന. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മയാൽജിയ അല്ലെങ്കിൽ മസിൽ പെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കുറിച്ചാണ്. നമ്മളിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് സഫർ ചെയ്യുന്ന ഒരു അസുഖമായിട്ടിരിക്കുകയാണ് ഒരു മയാൽജിയ എന്നുള്ളത്. അതൊന്നുകിൽ ലോക്കലൈസ്ഡ് ആയിട്ട് വരാം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് വരാം. ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മസിൽസുകൾക്ക് മാത്രം വേദന വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലോക്കലൈസ്ഡ് എന്ന് പറയും. ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹോൾ ബോഡിയിലുള്ള മസിൽസിന് വേദന വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലൈസ്ഡ് എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. മെയിനായിട്ട് ഓവർ യൂസ് ഓഫ് മസിൽസ്, അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ എക്സസൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജിം വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ വേദന വരുന്നതിന് അങ്ങനെ ഒരു കാരണമാവാം. പിന്നെ ഉള്ളത് സ്മോക്കിംഗ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വേദന വരുന്നത്. പിന്നെ ഉള്ളത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നതിന് ശേഷം മസിൽ പെയിൻ വരിക, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ എവിടെയെങ്കിലും വീണതിന് ശേഷം ഇതുപോലെ വേദന നമുക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ തടിയുള്ള ആൾക്കാരിൽ, ഒരുപാട് തടിയുള്ള ആൾക്കാരിലും ഇത്തരത്തിൽ വേദന ഉണ്ടാവാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഏജ് തന്നെയാണ് ഫസ്റ്റത്തെ വരുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്മോക്കിങ്, പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓക്യുപ്പേഷൻസ്, ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരിൽ അങ്ങനെ വേദന ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് നാളായിട്ട് എന്തെങ്കിലും സൈക്കോട്ടിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒരു അങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ മസിൽ പെയിൻ കാണപ്പെടാറുണ്ട്. പിന്നെ എന്തെങ്കിലും റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി അതൊക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കൊരു അക്യൂട്ടായിട്ട് വരുന്ന മസിൽ പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐസ് പാക്കൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വേദന മറികടക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് എന്താ പറയുക, ഒരുപാട് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഡയറ്റിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ എന്താ പറയുക, നമ്മൾ ഓക്യുപ്പേഷൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ 1-2 മണിക്കൂർ കൂടുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു നമ്മുടെ സിറ്റിംഗ് പോസ്ചർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതും നമുക്കൊരു റിലീഫ് കിട്ടും. പിന്നെ കുട്ടികളിൽ ഇതുപോലെ ഇത്തരത്തിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള വേദന വരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് നമുക്ക് ഇത്തരത്തിൽ അവൈലബിൾ ആണ്. ബേസ്ഡ് ഓൺ ദി സിംറ്റംസ് ഓൺലി വി ഹാവ് ടു ഗിവ് ദ മെഡിസിൻസ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ചിലർക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിലൂടെ ആയിരിക്കും വേദന കുറയുന്നതിന് ശേഷം നമ്മളപ്പോൾ ബ്രയോണിയ കൊടുക്കാവുന്നതാണ്. ചിലർക്ക് നമ്മൾ ഓവർ യൂസ് ഓഫ് മസിൽസ്, ഒരുപാട് എക്സേർഷൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെസ്റ്റോക്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം പെയിൻ ലൊക്കേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ശേഷമാണ് വേദന വരുന്നതെങ്കിൽ മലേറിയ ഒഫീഷ്യനാൽസ് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുക, എവിടെയെങ്കിലും വീണതിൻ്റെ ഭാഗമായിട്ടാണ് വേദന വരുന്നതെങ്കിൽ നമുക്ക് അർണിക്ക കൊടുക്കാം. അങ്ങനെ ഒരുപാട് മെഡിസിൻസ് നമ്മുടെ ഹോമിയോപ്പതിയിൽ നമ്മുടെ ലക്ഷണത്തിൻ്റെ ആ ഒരു ബേസിലാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് വിത്ത് അവർ ക്ലിനിക്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.